ദൃശ്യം മോഡൽ കൊലപാതകമെന്ന് സംശയം. യുവതിയെ കൊന്നു കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തുവെന്ന് വിവരം. കരൂർ സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ. ആലപ്പുഴ കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശിനി 49 വയസ്സുകാരി വിജയലക്ഷ്മിയെ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ക്രൂരമായ കൊലപാതക കേസിലേക്ക് വഴിമാറാൻ തുടങ്ങുന്നത്. കേസുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ കരൂർ പുതുവള്ളി സ്വദേശി 50 വയസ്സുകാരൻ ജയചന്ദ്രനെയാണ് കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിജയലക്ഷ്മിയെ 4 ദിവസമായി കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് KSRTC ബസ്സിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം വിജയലക്ഷ്മിയെ താൻ കൊലപ്പെടുത്തിയെന്നാണ് ജയചന്ദ്രൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യം സിനിമ പലതവണ താൻ കണ്ടിട്ടുണ്ടെന്നും ജയചന്ദ്രൻ പറഞ്ഞു. ജയചന്ദ്രന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെയും കൂട്ടി കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിൽ പരിശോധന നടത്തുകയാണ്. ജയചന്ദ്രന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നു. വിജയലക്ഷ്മിയെ ഇടുക്കി സ്വദേശിയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. പിന്നീട് ഭർത്താവുമായി പിണങ്ങി കരുനാഗപ്പള്ളിയിലെ വീട്ടിലേക്ക് താമസം മാറ്റി. ഇവർക്ക് 2 മക്കളുമുണ്ട്. പിന്നീട് അമ്പലപ്പുഴ സ്വദേശി ജയചന്ദ്രനെ പരിചയപ്പെടുകയായിരുന്നു. 4 ദിവസം മുൻപ് വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിൽ എത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനവും നടത്തി. പിന്നീട് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വഴക്കിട്ടുവെന്നാണ് കരുതുന്നത്. വിജയലക്ഷ്മിക്ക് വന്ന ഒരു ഫോൺ കോളിന്റെ പേരിലാണ് ഇരുവരും വഴക്കിട്ടതെന്നാണ് സൂചന. തുടർന്ന് പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയെന്നും കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ജയചന്ദ്രൻ ബോട്ടിൽ തൊഴിലാളിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ജയചന്ദ്രന് നാട്ടുകാരുമായി വലിയ സൗഹൃദമില്ലായിരുന്നുവെന്നും പറയപ്പെടുന്നു. 1.5 വർഷം മുൻപാണ് ജയചന്ദ്രനും കുടുംബവും കരൂരിലെ വീട്ടിലേക്ക് മാറിയത്. ജയചന്ദ്രന് ഭാര്യയും മകനുമുണ്ട്. ശനിയാഴ്ച തന്നെ ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിൽ എടുത്തെന്ന് കുടുംബം പറയുന്നു. എന്നാൽ ജയചന്ദ്രന്റെ വീടിന് സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വസ്ത്രം കത്തിച്ച നിലയിൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ വസ്ത്രങ്ങൾ കണ്ടെത്തിയ അതേ വീട്ടിൽ തന്നെ യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് ജയചന്ദ്രൻ പറയുന്നത്. ജയചന്ദ്രനെ പോലീസ് സ്ഥലത്തെത്തിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ.